എല്ലാവർക്കും നമസ്കാരം. ടുഡേ ബാങ്കിങ്ങിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ടുഡേ ബാങ്കിങ്ങിലൂടെ ബാങ്കിങ് സംബന്ധമായ വിവരങ്ങളാണ് ഇതിനകത്ത് പങ്കുവയ്ക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോകൾ ടുഡേ ബാങ്കിങ്ങിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനു മുമ്പ് ടുഡേ ബാങ്കിങ്ങിൻ്റെ ചാനലിൽ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസും ജനറൽ ഗൈഡ് ലൈൻസുമായി സംബന്ധിച്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോവുമായി ചേർത്ത് വെച്ച് പറയുന്ന ഒരു വിഷയമാണ് ജനറൽ ലോൺ ഗൈഡ് ലൈൻസ് എന്ന ഒരു വിഷയം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു വായ്പയെ ഏതെല്ലാം തരത്തിൽ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ വീഡിയോനകത്ത് പറഞ്ഞതെങ്കിൽ, ഈ വീഡിയോനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന പൊതുവായ കാര്യങ്ങൾ എന്നുള്ളത്, ഒരു വായ്പ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വായ്പക്കാരൻ ബാങ്കിൽ വായ്പയ്ക്കായി അന്വേഷിക്കുന്ന സമയത്തോ അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് ഇതിനകത്ത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന ഏറ്റവും വളരെ പരമപ്രധാനമായ ഒരു കാര്യങ്ങളായ പ്രായപരിധി, അതായത് ഏജ് റിക്വയർമെൻറ്റ്, ഒരു വായ്പയ്ക്ക് വേണ്ട പ്രായപരിധിയെ സംബന്ധിച്ചും വായ്പാ മാനദണ്ഡവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചും എന്തെല്ലാമാണ് ക്രെഡിറ്റ് സ്കോർ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ചും, ഒപ്പം തന്നെ സെർസായിയെ സംബന്ധിച്ചിട്ടുള്ള പൊതുവിവരങ്ങളും, ഒരു വായ്പാക്കാരൻ്റെ വായ്പാ മാനദണ്ഡത്തിന് തീരുമാനിക്കുന്ന വരുമാന പരിധിയെക്കുറിച്ചും അദ്ദേഹത്തിന് ആ വരുമാന പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബാങ്കിൽ അഡീഷണൽ വായ്പകൾ നൽകുകയാണെങ്കിൽ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്നുമാണ്. ഒരു വായ്പ പാസ്സാക്കുന്നത് അല്ലെങ്കിൽ വായ്പ ആരിൽ നിന്നാണ് അനുവദിച്ച് കിട്ടുന്നത്, എത്ര ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് ബാങ്കിൽ നിന്നും അനുവദിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ വായ്പാക്കാരൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് വായ്പയുടെ സെക്യൂരിറ്റി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള പൊതുവായ മാർഗനിർദ്ദേശങ്ങളാണ് ഈ വായ്പയ്ക്കകത്ത് നമ്മളിവിടെ പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്ക് നോക്കാം. പ്രധാനമായും വായ്പാക്കാരൻ്റെ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, ഇത് ഒരു പൊതുവായ മാർഗനിർദ്ദേശമാണ്. ഓരോ വായ്പയ്ക്കും അതിൻ്റേതായ ഉപനിയമങ്ങളും നിയമങ്ങൾക്കും അനുസൃതമായിക്കൊണ്ട് ഇതിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വന്നേക്കാം. അത് ഓരോ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കുകൾ പുറപ്പെടുവിപ്പിക്കുന്ന സർക്കുലറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ പൊതുമാനമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോനകത്ത് ഞാൻ ടുഡേ ബാങ്കിങ്ങിൻ്റെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ഇതിൻ്റെ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനറൽ ഗൈഡ് ലൈൻസിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ ഡീവിയേഷൻ, ഏത് വായ്പയുടെ മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ചുകൊണ്ടും അതിന് ഡീവിയേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഡീവിയേഷൻ ലഭിക്കണമെങ്കിൽ വൺ എബോ ഡെലിഗേറ്റ് അതോറിറ്റിയായ വായ്പ പാസ്സാക്കുന്ന അതോറിറ്റിയുടെ തൊട്ടു മുന്നിലുള്ള അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ വായ്പയുടെയും കേസിൻ്റെ മെറിറ്റ് നോക്കിക്കൊണ്ടാണ് നമുക്ക് വായ്പയിൽ നിന്നും ഡീവിയേഷൻ അനുവദിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വായ്പാക്കാരൻ്റെ പ്രായപരിധി എങ്ങനെയാണ് ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ അപേക്ഷ പാസ്സാക്കുന്ന സമയത്തോ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ബാങ്കിനകത്ത് അല്ലെങ്കിൽ നമ്മൾ വായ്പ അപേക്ഷകരായി വരുന്നത് ഒരുപക്ഷെ ബാങ്കിനകത്ത് വരുന്നത് വ്യക്തികളാവാം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പുകളാവാം, പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളാവാം,
കമ്പനികളാവാം. ഇവരെല്ലാമാണ് പൊതുവെ വായ്പ അന്വേഷകരായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വായ്പ അന്വേഷിക്കാൻ വരുന്നവരായിട്ടോ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന മിനിമം ഏജ് എന്ന് പറയുന്നത് ഒരു മിനിമം ഏജ് എങ്ങനെയാണ് വായ്പ അപേക്ഷിക്കുമ്പോൾ അതിന് എന്താണ് പ്രസക്തി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓരോ വായ്പയ്ക്കും ഓരോ വായ്പയുടെ സ്കീം അനുസരിച്ച് കൊണ്ട് അതിൻ്റെ പ്രായപരിധിയിൽ വ്യത്യാസം വന്നേക്കാം. ഒരുപക്ഷെ ഏറ്റവും വായ്പ അപേക്ഷിക്കാനുള്ള ഒരു മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അത് 21 വയസ്സാവാം. അപ്പോൾ ഈ പ്രായപരിധി മനസ്സിലാക്കാതെ വായ്പ അപേക്ഷകർക്ക് മുൻപിൽ നമ്മൾ മിനിമം ഏജ് മനസ്സിലാക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വായ്പ പാസ്സാക്കി അത് ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വായ്പ മാനദണ്ഡങ്ങളിലെ ഏറ്റവും വളരെ പ്രധാനമായ പ്രായപരിധി എന്ന മാനദണ്ഡം പാലിക്കപ്പെട്ടില്ലെങ്കിൽ വായ്പ ഡിസ്പേഴ്സ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഓരോ വായ്പയ്ക്കും വായ്പ അനുവദിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ വായ്പാ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രായപരിധി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരുപക്ഷെ കേരള ബാങ്കിൻ്റെ തന്നെ വായ്പാ പ്രൊഡക്റ്റുകളിൽ KB സ്മാർട്ട്, യുവമിത്ര എന്ന് പറയുന്ന വായ്പകൾക്കൊക്കെ 18 വയസ്സും, എന്നാൽ മറ്റ് വായ്പകൾക്കെല്ലാം അതിൻ്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സുമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർഗനിർദ്ദേശങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മിനിമം ഏജ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു വായ്പക്കാരൻ്റെ പരമാവധി വയസ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വായ്പാ തിരിച്ചടവ് കാലാവധി 70 വയസ്സിനകത്ത് പൂർത്തീകരിക്കണം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആ വായ്പാ തിരിച്ചടവിന് അദ്ദേഹത്തിൻ്റെ വരുമാനം കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ 70 വയസ്സിനുള്ളിലുള്ള വരുമാനം കണക്കിലെടുത്ത് വേണം വായ്പ അനുവദിക്കാൻ. നേരത്തെ മിനിമം ഏജുമായി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ മാക്സിമം ഏജിനും വായ്പയ്ക്കകത്ത് പ്രസക്തിയുണ്ട്. കാരണം ഉദാഹരണത്തിന് പെൻഷൻ വായ്പാ സ്കീമെല്ലാം പറയുന്നത് അതിൻ്റെ പ്രായപരിധിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം പല വായ്പകൾക്കും 70 എന്നുള്ളത് ഒരുപക്ഷെ 65-ലൊക്കെ വായ്പ അവസാനിക്കുന്ന പല വായ്പകളും നമുക്കൊരു പക്ഷേ കണ്ടേക്കാം. അപ്പോൾ ഒരു വായ്പ അന്വേഷകൻ വരുന്ന സമയത്ത് നമ്മളെ മുന്നിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മിനിമം ഏജും മാക്സിമം ഏജും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം 70 വയസ്സിനോട് ചേർത്ത് വെച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് വായ്പ എടുക്കുന്ന വായ്പ അപേക്ഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ് റിസ്ക് ഫണ്ട് ബോർഡിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യം. അപ്പോൾ റിസ്ക് ഫണ്ട് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വായ്പാ തിരിച്ചടവ് 70 വയസ്സ് വരെ ഉള്ള വായ്പകൾക്ക് മാത്രമാണ് റിസ്ക് ഫണ്ടിൽ നിന്ന് മരണാനന്തര ആനുകൂല്യമായും ചികിത്സ ആനുകൂല്യമായിട്ടും നമുക്ക് എലിജിബിലിറ്റി കിട്ടുക. അങ്ങനെ 70 വയസ്സിന് പുറത്ത് ഒരു പക്ഷേ വായ്പ കൊടുക്കുന്നുണ്ടെങ്കിൽ വായ്പ അപേക്ഷകരിൽ നിന്ന് എനിക്ക് റിസ്ക് ഫണ്ട് ആനുകൂല്യത്തിന് അപേക്ഷിക്കുന്നതിന് ഉള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സമ്മതപത്രം അദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആനുകൂല്യത്തിന് നാളെ ഒരു അവകാശവാദവുമായി ഉന്നയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മതപത്രം വാങ്ങി വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതാണ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമെന്ന് പറയുന്നത്. ഇനി ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇളവുകൾ റിലാക്സേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. അടുത്തത് ഈ പ്രായപരിധി എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യക്തിഗത വായ്പകൾക്ക് മാത്രമാണ് നമ്മൾ പ്രായപരിധി മാനദണ്ഡം വരുന്നത്. ഒരുപക്ഷെ നമുക്ക് മുന്നിലേക്ക് വരുന്ന കമ്പനികൾ, പങ്കാളിത്ത സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ, മറ്റ് സ്ഥാപനങ്ങളെല്ലാം നമുക്ക് പ്രായപരിധി മാനദണ്ഡത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വരുമാനം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തിനാണ് പ്രായപരിധിയുടെ മാനദണ്ഡങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻകം വരുമാനത്തിന് തിരിച്ചടവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വരുമാനം കണക്കിലെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 70 വയസ്സിനുള്ള ഉള്ളിൽ വരുന്ന വരുമാനങ്ങളാണ്
നമ്മൾ കണക്കിലെടുക്കുന്നത്. നമുക്ക് ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കിന് ഹയർ അതോറിറ്റിയിൽ നിന്ന് റിലാക്സേഷൻ വാങ്ങിക്കാൻ കഴിയുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്പനി, പാർട്ട്ണർഷിപ്പ് ഫേംസുകൾ എന്നിവയെല്ലാം ഇതിൽ നിന്നും നമ്മൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട വായ്പാ മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് സ്കോർ. നമുക്കറിയാം, ഇന്ന് വായ്പയ്ക്ക് വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടുകൊണ്ടത്. നമുക്കറിയാം, ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള കമ്പനികൾ ഈ ക്രെഡിറ്റ് സ്കോർ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്ത്യക്കകത്തുണ്ട്. പ്രധാനമായും സിബിൽ ട്രാൻസ് യൂണിയൻ എന്ന് പറയുന്നത് 2000 സ്ഥാപിതമായ ഒരു ഫേമാണ് സിബിൽ ട്രാൻസ് യൂണിയൻ. അതോടൊപ്പം തന്നെ ഇക്വിഫാക്സ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2010 രൂപാന്തരപ്പെട്ടതാണ്. എക്സ്പീരിയൻ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 2010 സ്ഥാപിതമായതാണ്. ക്രിഫ് ഹൈമാർക്ക് ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2010 സ്ഥാപിതമായതാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഒരു വ്യക്തിക്ക് വായ്പ അനുവദിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വ്യക്തി ബാങ്കിലേക്ക് വായ്പ അന്വേഷിക്കുന്നതിന് തൊട്ട് മുമ്പോ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് സ്കോർ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ബാങ്കിനകത്തും വ്യക്തിപരമായും നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസ് യൂണിയൻ്റെ സിബിൽ സ്കോറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നേരത്തെയുള്ള സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിക്ക് ഏറ്റവും എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ സിബിൽ സ്കോർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള GPay സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരിൽ നിന്നും അതിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ സിബിൽ സ്കോർ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ എടുത്ത വായ്പകളുടെ ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ കൃത്യമായ തിരിച്ചടവ് നടത്തി അതിൻ്റെ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടുള്ള സ്കോർ നമുക്ക് കൂടാനോ കുറയാനോ ഉപകരിക്കുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. വായ്പാ തിരിച്ചടവ് മൂല്യനിർണ്ണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു വായ്പാ അപേക്ഷകൻ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ സിബിൽ സ്കോർ എടുത്താൽ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് പോയിന്റുകളാണ് ഇതിനകത്ത് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വായ്പാക്കാരൻ്റെ സിബിൽ സ്കോർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം സിബിൽ സ്കോറിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പേഴ്സണൽ ഇൻഫർമേഷൻ. അദ്ദേഹത്തിൻ്റെ വായ്പാക്കാരൻ്റെ വയസ്സ്, അഡ്രസ്സ് എന്നിവ. ഇത് എന്തിനാണ് നമ്മൾ നോക്കണം എന്ന് പറയുന്നത്, ഇദ്ദേഹം പല കാലഘട്ടങ്ങളിൽ ഏതെല്ലാം അഡ്രസ്സുകളിൽ താമസിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സിബിൽ സ്കോറിൽ നിന്ന് കിട്ടുന്നതാണ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുകൾ, അദ്ദേഹത്തിൻ്റെ ആധാർ അല്ലെങ്കിൽ പാൻ നമ്പർ അല്ലെങ്കിൽ മറ്റ് OBD രേഖകളെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ സിബിൽ സ്കോറിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്തൊരു ഇൻഫർമേഷനാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഇൻഫർമേഷൻ. അതായത് ക്രെഡിറ്റ് റിപ്പോർട്ട് സമ്മറിയാണ് അതിനകത്ത് കിട്ടുന്നത്. അദ്ദേഹം ഇന്ന് വരെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എത്ര വായ്പ, ടോട്ടൽ വായ്പ എത്ര എടുത്തു എന്നും ആ വായ്പയിൽ എത്ര വായ്പകൾ ക്ലോസ് ചെയ്യപ്പെട്ടു എന്നും ആ ക്ലോസ് ചെയ്യപ്പെട്ട വായ്പയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് എത്ര വായ്പകൾ ഇപ്പോഴും ലൈവിൽ തുടരുന്നു എന്നുള്ള വിവരവും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം അതിന് തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ എടുത്ത ലൈവായി നിൽക്കുന്ന വായ്പകളിൽ എത്ര സംഖ്യ EMI ആയിട്ട് വരുന്നുണ്ട് എന്നും ആ EMI സംഖ്യയ്ക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വായ്പകളിൽ ഓവർഡ്യൂ എമൗണ്ട് വല്ലതും ഉണ്ടോ എന്നുള്ളതും അറിയാൻ കഴിയും. ഇതെല്ലാം എന്തിനാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പോയിന്റ് ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് എന്ന് പറയാൻ കാരണം, വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായ്പക്കാരൻ്റെ തിരിച്ചടവ് ശേഷി ഇല്ലെങ്കിൽ വായ്പ എത്ര സംഖ്യയാണ് നമ്മൾ അനുവദിക്കേണ്ടത് എന്നുള്ള കണക്കാക്കുന്ന വിവിധ ഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ നിലവിലുള്ള വായ്പയെ കുറിച്ചിട്ടുള്ള വായ്പയും വായ്പയിൽ വരുന്ന തിരിച്ചടവിനെ സംബന്ധിച്ചും അതിനെക്കുറിച്ചിട്ടുള്ള ഓവർഡ്യൂ എമൗണ്ടിനെ കുറിച്ചും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
തൊട്ടടുത്ത് വരുന്നതാണ് നമ്മളെല്ലാവരും നോക്കുന്ന ആ മാജിക് നമ്പർ. നമുക്കറിയാം സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിബിൽ സ്കോർ എന്ന് പറയുന്നത് 300 മുതൽ 900 വരെയാണ്. സിബിൽ സ്കോർ എന്ന് പറയുന്ന ആ ന്യൂമറിക്കൽ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വായ്പാക്കാരൻ്റെ വായ്പ അനുവദിക്കണമോ വേണ്ടയോ എന്ന് പറയുന്ന പ്രധാന മാർഗ്ഗനിർദ്ദേശങ്ങളിൽ വരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ആ വായ്പ സിബിൽ സ്കോർ എടുക്കുന്ന സമയത്ത് അതിനകത്ത് 3 തരത്തിലുള്ള സ്കോറുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രെഡിറ്റ് വിഷൻ സ്കോർ, പേഴ്സണൽ സ്കോർ, മൈക്രോ വിഷൻ സ്കോർ. ഇതിനകത്ത് പലപ്പോഴും പല ബാങ്കുകളിലും ഈ 3 തരത്തിലുള്ള സ്കോറുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുമ്പോൾ ക്രെഡിറ്റ് വിഷൻ സ്കോറിനെ ആധാരമാക്കിയിട്ടാണ് വായ്പയുടെ സ്കോർ മാനദണ്ഡത്തിൽ, ക്രെഡിറ്റ് സ്കോർ മാനദണ്ഡത്തിന് പരിഗണിക്കുന്ന ഒരു സ്കോർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് വിഷൻ സ്കോറാണ്. ഇനി ഒരു വായ്പാക്കാരന് ക്രെഡിറ്റ് വിഷൻ സ്കോർ നല്ലവണ്ണം ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഹൈ സ്കോറാണ്, നമ്മുടെ വായ്പ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുള്ള സ്കോർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വായ്പാക്കാരന് വായ്പ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പഴയകാല വായ്പയുടെ ചരിത്രങ്ങളെ സംബന്ധിച്ചും ആ വായ്പകളിലെ റീപേയ്മെൻറ്റുകളെക്കുറിച്ചും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈവിൽ നിൽക്കുന്ന വായ്പകളിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചടവ് മാനദണ്ഡം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് സിബിൽ സ്കോർ റിപ്പോർട്ടിനകത്ത് വരുന്ന മിക്കവാറും 2ാമത്തെ പേജിനകത്ത് മുതൽ കുറേ പേജുകൾ അദ്ദേഹത്തിൻ്റെ ലൈവ് അക്കൗണ്ടുകളുടെ എണ്ണം അനുസരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ടോട്ടൽ ലോൺ എടുത്ത വായ്പൻ്റെ അനുസൃതമായിക്കൊണ്ടും സിവിൽ റിപ്പോർട്ടിനകത്ത് വരുന്ന കുറേ പേജുകളുണ്ട്. ആ പേജിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഡേ പാസ്റ്റ് ഡ്യൂ. അദ്ദേഹത്തിൻ്റെ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരിച്ചടവിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആ തിരിച്ചടവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് പലപ്പോഴും ഒരു പക്ഷേ DPD കോഡ് രൂപാന്തരപ്പെടുത്തിയിട്ടായിരിക്കാം. അതായത് നമ്മൾ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എടുത്ത വായ്പയിനകത്ത് വരുന്ന ഓരോ മാസങ്ങളിലും വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ചില കോഡുകളിലൂടെയാണ് അവ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പലപ്പോഴും നമുക്കറിയാം ആ DPD കോഡുകൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്നുള്ളത് കാണിക്കും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ആ വായ്പ സ്റ്റാൻഡേർഡ് വായ്പയായിട്ട് തുടരുന്നു എന്നുള്ളതാണ്. സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്യൂ മോർ ദാൻ 90 ഡേയ്സ്, നമുക്കറിയുന്ന പോലെ തന്നെയാണ്. ഒപ്പം DBT ഡൗട്ട്ഫുൾ അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ എക്സ്റ്റെൻഡഡ് ടൈം എന്നാണ് പറയുന്നത്. അടുത്ത് വരുന്ന ഒരു കോഡ് എന്ന് പറയുന്നത് LSS, അതായത് LSS എന്ന് മനസ്സിലാക്കിയാൽ അത് ലോസ് അസറ്റ് ഗണത്തിൽ വരുന്ന വായ്പയാണ് എന്നാണ്. അടുത്ത് വരുന്നതാണ് റിട്ടേൺ ഓഫ് അത് വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോഡ് എന്ന് പറയുന്നത് സെറ്റിൽഡ് എന്ന് പറയുന്നത് ഒരു കോഡാണ്. ഒപ്പം ഈ കോഡിന് പുറമെ തന്നെ ചില വാല്യൂസ് ആയിട്ടും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. ഉദാഹരണത്തിന് 000 30 എന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഈ വായ്പ കൃത്യമായി തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കുന്നു, വായ്പാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ അതിനകത്ത് തന്നെ കോഡിനകത്ത് 030, 060, 090 എന്നെല്ലാം കാണിക്കുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, DBT എന്ന് പറയുന്നതിന് അതിനെ വാല്യൂസ് ആയിട്ടാണ് ഇതിനകത്ത് രേഖപ്പെടുത്തി കാണുക എന്നുള്ളതാണ്. ഒരുപക്ഷെ XXX 3 ഇൻറ്റു വരുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഈ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഈ ട്രാൻസ്യൂണിൻ്റെ സിബിൽ സ്കോറിനകത്ത് ആ മാസം കിട്ടിയിട്ടില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇതിൻ്റെ വളരെ വിശദമായ വീഡിയോ നമ്മുടെ ടുഡേ ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് തന്നെ ഈ സിബിൽ സ്കോറിന് മാത്രം അടിസ്ഥാനപ്പെട്ട് കൊണ്ടുള്ള വീഡിയോ ഉണ്ട്. ദയവേത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം ട്രാൻസ്യൂണിൻ്റെ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 300 മുതൽ 900 വരെയാണ് സിബിൽ സ്കോർ എന്ന് പറയുന്ന മാനദണ്ഡം. ഒരു പക്ഷേ ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ പലപ്പോഴും സിബിൽ സ്കോർ എടുക്കുമ്പോൾ
നമ്മുടെ മുന്നിലേക്ക് വരുന്ന സിബിൽ സ്കോറിനകത്ത് നേരത്തെ പറഞ്ഞ 300 മുതൽ 900 എന്ന് പറയുന്ന സ്കോർ അല്ല കാണുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ 101 മുതൽ 200 വരെയുള്ള വാല്യൂ ഒരുപക്ഷെ ആ റിപ്പോർട്ടിനകത്ത് നമുക്ക് കണ്ടേക്കാം. അത് എന്താണ് എന്നതിനെ സംബന്ധിച്ചും ഈ ടുഡേ ബാങ്കിങ്ങിൻ്റെ വീഡിയോനകത്ത് NTC സ്കോർ, അതായത് ഒരു വായ്പാക്കാരൻ്റെ ന്യൂ ടു ക്രെഡിറ്റ് എന്ന് പറയുന്ന പുതിയ സ്കോറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മളിതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവ് ഇത് കണ്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്ന ഒരു വീഡിയോ ആണ്. ഒരുപക്ഷെ എന്താണ് NTC സ്കോർ എന്നാണ് ഞാൻ വളരെ ചുരുക്കത്തിൽ ഈ വീഡിയോക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. NTC സ്കോർ എന്ന് പറയുന്നത് നമുക്കറിയാം 300 മുതൽ 900 വരെയാണ് സ്കോർ എന്നെങ്കിലും പലപ്പോഴും സ്കോർ എടുക്കുന്ന സമയത്ത് -1, 0 എന്ന് പറയുന്ന 2 സ്കോറുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഓരോ ബാങ്കിൻ്റെയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊണ്ട് -1, 0 എന്ന് പറയുന്ന ഗണത്തിൽ വരുന്നവർക്ക് വായ്പ അനുവദിക്കാം. പക്ഷേ പലപ്പോഴും ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാവുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ് യൂണിയൻ ഈ ന്യൂ ടു ക്രെഡിറ്റ് എന്ന് പറയുന്ന, അതായത് -1, 0 വരുന്ന വായ്പക്കാരെ കുറച്ചുകൂടി മനസ്സിലാക്കുന്നത്. ഒരു വായ്പ അനുവദിക്കുന്നതിന് മുമ്പ്, വായ്പ അനുവദിക്കുന്നതിന് വേണ്ടി വായ്പ അനുവദിക്കുന്ന സ്ഥാപനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂ ടു ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്കോർ എന്ന് പറയുന്നത് 101 മുതൽ 200 വരെയാണ്. ഒരുപക്ഷെ 101 മുതൽ 101 അടുത്തേക്ക് വരുന്ന ഒരു സ്കോറാണെന്നുണ്ടെങ്കിൽ ഈ വായ്പ അനുവദിക്കുമ്പോൾ അതിന് ഹൈ റിസ്ക് ആണ് എന്നും, നേരെ മറിച്ച് 200 അടുത്തുള്ള ഒരു സ്കോറാണ് കിട്ടുന്നതെങ്കിൽ ആ വായ്പയ്ക്ക് ലോ റിസ്ക് ഗണത്തിലാണ് വരിക എന്നുമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ട്രാൻസ് യൂണിയൻ്റെ സൈറ്റിനകത്തും മറ്റൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇനി ഈ വായ്പ അനുവദിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സ്കോറ് അവർ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ബിൽ പേയ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ വയസ്സ്, അദ്ദേഹത്തിൻ്റെ താമസം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രാൻസ് യൂണിയൻ സിബിൽ സ്കോർ ഈ NTC സ്കോർ മനസ്സിലാക്കുന്നത്. ഇത് ഈക്വൽ ടു -1, 0 എന്ന് പറയുന്ന സ്കോറിനൊപ്പം തന്നെയാണ്. പക്ഷേ അതൊന്ന് കൂടുതൽ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ് യൂണിയൻ ന്യൂ ടു ക്രെഡിറ്റ് എന്ന് പറയുന്ന സിബിൽ സ്കോർ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. അടുത്ത് തന്നെ നമ്മൾ വായ്പ അന്വേഷകരായി വരുന്ന വ്യക്തികൾക്ക് പുറമെ സ്ഥാപനങ്ങളും ഒരുപക്ഷെ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കാം. ഈ സ്ഥാപനങ്ങളിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ പേരിൽ ബാങ്കിൽ വായ്പ എടുക്കുകയോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലെല്ലാം വായ്പ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാപനത്തിൻ്റെ പാൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വായ്പകൾ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഉള്ള ഒരു ക്രെഡിറ്റ് സ്കോറാണ് CMR, അതായത് സിബിൽ MSME റാങ്ക് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. സിബിൽ MSME റാങ്കും ഒരു 4 റാങ്കാണ്. ഒന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് എബോവ് 800 സ്കോറായിട്ട് വരുന്നതാണ് ഒന്നാമത്തെ റാങ്ക്. രണ്ടാമത്തത് 750 മുതൽ 799 വരെ വരുന്നതാണ്. 3 എന്ന് പറയുന്നത് 700 മുതൽ 749 വരുന്നതാണ്. നാലാമത്തത് 675 മുതൽ 699 വരെ. ഈ റാങ്കിനകത്ത് ഏതെല്ലാം റാങ്കുകൾക്കാണ് സ്ഥാപനങ്ങൾക്കുള്ള വായ്പകൾ നൽകുമ്പോൾ ഏതെല്ലാം റാങ്കാണ് എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഓരോ വായ്പയ്ക്കകത്ത് വരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ വായ്പ എടുക്കാൻ. അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞു വന്നത്, ഒരു വായ്പയുടെ മാർഗനിർദ്ദേശങ്ങളിൽ വരുന്ന ഏറ്റവും വളരെ പരമപ്രധാനമായ ഒരു ഘടകമാണ് ഈ ക്രെഡിറ്റ് സ്കോർ എന്നുള്ളത്. അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോർ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു പ്രധാന മാനദണ്ഡങ്ങളിലേക്ക് വായ്പ അന്വേഷിക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഇനി വായ്പ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം വായ്പ ആരെയൊക്കെ നമുക്ക് ഈ ക്രെഡിറ്റ് സ്കോറിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് വരുന്ന ചെറുകിട സംരംഭങ്ങൾ, MSME ഗണത്തിൽ വരുന്ന വായ്പക്കാർക്ക് അദ്ദേഹം പുതുതായി തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളെ ഇത്തരം സ്കോറിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വായ്പക്കാരൻ്റെ മുൻകാല തിരിച്ചടവിനെ സംബന്ധിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് നമുക്ക്
ഒഴിവാക്കാം. ക്രെഡിറ്റ് സ്കോർ മനസ്സിലാക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാർജുകൾ ബാങ്കുകൾ ഓരോന്ന് തീരുമാനിക്കും. ആ ചാർജുകൾ വായ്പക്കാരനെ വായ്പക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്കോറുകൾ ചാർജുകൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. വായ്പക്കാരന് മാത്രമല്ല നമ്മൾ ക്രെഡിറ്റ് സ്കോർ എടുക്കുന്നത്, വായ്പക്കാരൻ്റെ ഗ്യാരണ്ടർ, കോബ്ലിഗൻ്റ് എന്നിവർക്കെല്ലാം അവരുടെയും കൂടി സ്കോർ പരിശോധിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിൽ വരുന്നതാണ് സെക്യൂരിറ്റി പ്രോപ്പർട്ടി ഗൈഡ് ലൈൻസ്. എന്തെല്ലാമാണ് ഒരു വായ്പയ്ക്ക് വരുന്ന അടുത്ത മാർഗനിർദ്ദേശങ്ങളിൽ വരുന്നതാണ് വായ്പക്കാരിൽ നിന്ന് സ്വീകരിക്കുന്ന സെക്യൂരിറ്റിയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈട് വസ്തു തരുന്നതിനെ സംബന്ധിച്ചുമുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. നേരത്തെ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അതോടൊപ്പം തന്നെ വായ്പക്കാരൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് സെർസൈനെ സംബന്ധിച്ച്. നമുക്കറിയാം എന്താണ് സെർസൈ. സെർസൈ എന്ന് പറയുന്നത് സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ, അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്നാണ്. 2011 ഈ സ്ഥാപനം സ്ഥാപിതമായത്. ഇത് സർഫാസി ആക്ട് 2002 അണ്ടറിലാണ് ഈ സെർസൈനെ സംബന്ധിച്ച് വരുന്നത്. ഈ സെർസൈ ആരെല്ലാമാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പബ്ലിക് സെക്ടർ ബാങ്ക്, NHB, സിഡ്ബി തുടങ്ങിയ സ്ഥാപനങ്ങൾ. എന്തിനാണ് നമ്മൾ ഒരു വായ്പ അന്വേഷകൻ ഇല്ലെങ്കിൽ വരുന്ന സമയത്ത് പ്രധാന മാർഗനിർദ്ദേശങ്ങളിൽ സെർസൈ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് പറയുന്നത്, മാർഗനിർദ്ദേശങ്ങളായി പറയുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും ഒരു വായ്പയുടെ സുരക്ഷിതത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വായ്പ മാനദണ്ഡങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പറയാനുള്ളത്. ഒപ്പം തന്നെ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫ്രോഡ് ലെൻഡിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഡ്യൂപ്ലിക്കേറ്റ് മോർഗേജുകൾ ഒഴിവാക്കാൻ, സർഫാസി ആക്ട് പ്രകാരമുള്ള ലീഗൽ റിക്കവറി പ്രോസസ്സ് നടത്താൻ, RBI നിർദ്ദേശപ്രകാരമുള്ള ലോ കംപ്ലയൻസ് പാലിക്കാൻ, ഇതിനെല്ലാമാണ് സെർസൈ റിപ്പോർട്ട് നമ്മൾ മാർഗനിർദ്ദേശങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആർക്കെല്ലാമാണ് സെർസൈ എന്നുള്ളതാണ്. വ്യക്തികൾക്ക് വേണമെങ്കിലും സ്വന്തം നിലയിലും സെർസൈ റിപ്പോർട്ട് പരിശോധിക്കാൻ കഴിയും. ഒപ്പം തന്നെ വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കും സെർസൈ, ബാങ്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ NBFC പോലെ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? സെർസൈ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സെർസൈ സെർച്ച് ചെയ്താൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വായ്പ നൽകിയ സ്ഥാപനത്തിൻ്റെ പേര്, ആസ്തിയുടെ ഉടമയുടെ പേര്, പ്രോപ്പർട്ടിയുടെ ഓണർ, അദ്ദേഹം എന്ത് വായ്പയ്ക്ക് വേണ്ടി എന്ത് അസറ്റാണ് അവിടെ ചാർജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഭൂമി, വാഹനങ്ങൾ, മെഷീനറികൾ തുടങ്ങിയവ ഒരുപക്ഷെ അസറ്റ് ടൈപ്പിൽ കണ്ടേക്കാം. ഡേറ്റ് ഓഫ് ക്രിയേഷൻ, ഇദ്ദേഹത്തിൻ്റെ സെർസൈയിൽ ചാർജ് രജിസ്റ്റർ ചെയ്ത തീയതി, എത്ര സംഖ്യയ്ക്കാണ് സെർസൈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും അതിൻ്റെ ചാർജ് ഇപ്പോൾ ആ വായ്പ ആക്റ്റീവ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, പെൻഡിങ് ആണോ എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. സെർസൈക്ക് ഉള്ള സമയപരിധി ഉണ്ടോ? സെർസൈ ഒരു വായ്പ കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? സെർസൈ ഈ പറയുന്ന സ്ഥാപനത്തിൽ സെർസൈക്കകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി സെർസൈ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സെർസൈ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് ഡിലേഡ് ഫയലിംഗ് ആയിട്ടാണ് കണക്കാക്കുക. അത് ഒരുപക്ഷെ ലീഗൽ വാലിഡിറ്റി കുറയും. നമ്മൾക്ക് നേരത്തെ പറഞ്ഞ സെർസൈ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഫീസിൽ നിന്ന് ഒരു ലേറ്റ് ഫീസ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ലേറ്റ് ഫീസ് ലഭിക്കും. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രധാനം, ഒരു വായ്പ കൊടുത്ത് യഥാസമയം സെർസൈക്കകത്ത് റിപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ ഇതേ വായ്പ ഉപയോഗിച്ച് ഇതേ സെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ എടുത്ത വായ്പ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനായിരിക്കും.
അപ്പം നമ്മൾ വായ്പ കൃത്യസമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ചാർജ് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഒപ്പം സർസായിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വായ്പ അനുവദിക്കുമ്പോഴും സർസായി സെർച്ച് ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗനിർദ്ദേശം എന്ന് പറയുന്നത് സർഫാസി ആക്ടിലെ സെക്ഷൻ 25 പ്രകാരം വായ്പ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ചാർജ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രെഡിറ്റ് സ്കോറും സർസായി റിപ്പോർട്ടും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന നിർദ്ദേശങ്ങളാണ് ക്രെഡിറ്റ് സ്കോറും സർസായി റിപ്പോർട്ടും. ഇനി അടുത്ത സെക്യൂരിറ്റി വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെക്യൂരിറ്റി ഗൈഡ് ലൈൻസിന് അകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമുക്ക് സെക്യൂരിറ്റിയായി നൽകുന്ന ഈട് വസ്തുക്കളുടെ ലീഗൽ ആസ്പെക്ട്സും അതിന് മറ്റും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി ഈട് വസ്തുവായി നമ്മൾ ആരിൽ നിന്നൊക്കെ വാങ്ങിക്കാം എന്നുള്ളതാണ് നമ്മൾ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓണർഷിപ്പ്. ഒരു വ്യക്തിക്ക് ആരിൽ നിന്നെല്ലാം ഈട് വസ്തുവായി സ്വീകരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. സെക്യൂരിറ്റി വായ്പക്കാരന് സ്വന്തമായി ഈട് വസ്തു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈട് വസ്തു ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പൗസിൽ നിന്ന് വാങ്ങിക്കാം. ഫാദർ, മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻറ്റിൽ നിന്നെല്ലാം എന്ത് ചെയ്യാം, ഈട് വസ്തുവായി അദ്ദേഹത്തിന് വായ്പയ്ക്കായിട്ട് ഈട് വസ്തുവായി വാങ്ങിക്കാം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് ബ്ലഡ് റിലേഷനിലുള്ള വ്യക്തികളിൽ നിന്ന് മാത്രമേ വായ്പക്കാരന് ഈട് വസ്തുവായി സെക്യൂരിറ്റി ആയിട്ട് വാങ്ങിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ ബ്ലഡ് റിലേഷൻ ഇല്ലാത്തവരിൽ നിന്നും വായ്പ വാങ്ങിക്കാൻ പറ്റുന്ന ഓരോ ബാങ്കിന് ഓരോ മാനദണ്ഡങ്ങളുണ്ടെങ്കിലും കേരള ബാങ്കിനകത്ത് കണ്ടുവരുന്നത് മോർഗേജ് വായ്പയ്ക്ക് ബ്ലഡ് റിലേഷനിൽ ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, തേർഡ് പാർട്ടിയിൽ നിന്ന് നമുക്ക് ഈട് വസ്തുവായിട്ട് വാങ്ങിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഒപ്പം തന്നെ കാർഷിക വായ്പകളെ സംബന്ധിച്ച് കാർഷിക വായ്പകൾക്ക് മാത്രമേ കാർഷിക വായ്പകളുടെ ഈട് വസ്തു വാങ്ങിക്കാൻ പാടുള്ളൂ. അല്ലാത്ത വായ്പകൾക്ക് കാർഷിക ഭൂമികൾ വെച്ചുകൊണ്ടുള്ള മറ്റു വായ്പകൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം തന്നെ ഈ സെക്യൂരിറ്റിയിലേക്കുള്ള വഴിയെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. ഈ ഭൂമിയിൽ ഈട് വസ്തു തരുന്ന ഭൂമിയിലേക്ക് നിയമപരമായ വഴി അത്യാവശ്യമാണ്. അത് അതിൻ്റെ ഉപനിയമങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട എത്ര ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ അനുവദിക്കുമ്പോൾ വഴിയെ സംബന്ധിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ വായ്പ സ്കീമിനകത്തും പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ സെക്യൂരിറ്റി ഗൈഡ് ലൈനിൻ്റെ ഈ പ്രോപ്പർട്ടികൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, പൊതുവായി കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ ഈ വായ്പ ഈട് വസ്തു കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ മിനിമം 3 സെൻറ്റ് ഭൂമി വാങ്ങിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ 5 സെൻറ്റ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓരോ വായ്പയുടെയും വായ്പയുടെ പൊതുവായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ സെക്യൂരിറ്റി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രൈറ്റീരിയയിൽ വ്യത്യാസം വന്നേക്കാം. അത് ഓരോ വായ്പയ്ക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേരള ബാങ്കിനകത്ത് തന്നെ മോർഗേജ് വായ്പ അനുവദിക്കുമ്പോൾ 10 സെൻറ്റ് വേണം എന്നുള്ളത് പഞ്ചായത്തിനകത്തും മുനിസിപ്പൽ പ്രദേശങ്ങൾക്ക് 5 സെൻറ്റ് വേണം എന്ന് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചു വന്നതാണ്. ഓരോ വായ്പയ്ക്കും അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടി മറ്റ് കാർഷിക വായ്പകൾ അനുവദിക്കുന്നതിന് ഈട് വസ്തുവായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു വസ്തു ആദ്യമായി അദ്ദേഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അത് മിനിമം 3 മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഭൂമി ഈട് വസ്തുവായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഒപ്പം നിലം കാറ്റഗറിയിൽ വരുന്ന വായ്പകൾ നമുക്ക് കാർഷിക വായ്പകൾക്കല്ലാതെ നമുക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി അടുത്തത് നമ്മളെ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് വരുമാനം.
ഒരു വായ്പാക്കാരൻ്റെ വരുമാനം എങ്ങനെയെല്ലാം ആസ്പദമാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. വായ്പാക്കാരൻ്റെ വരുമാനം അല്ലെങ്കിൽ തിരിച്ചടവ് ശേഷി വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് വായ്പാക്കാരൻ്റെ തിരിച്ചടവ് ശേഷി. ഒരുപക്ഷെ അസസ് ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ കൃഷിയിൽ നിന്നുള്ള വരുമാനങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനം ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബ വരുമാനം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ വരുമാനം, അദ്ദേഹത്തിൻ്റെ ശമ്പളം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് വായ്പയുടെ വരുമാന മാനദണ്ഡങ്ങൾ എന്ന മാനദണ്ഡങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ വരുമാനം തെളിയിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെൻ്ററി എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ വായ്പക്കാരനെ വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരുമാന മാനദണ്ഡങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഒപ്പം തന്നെ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയ്ക്ക് ചെല്ലുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ITR, ഇൻകം ടാക്സ് റിട്ടേൺസ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്. ഓരോ വായ്പയ്ക്കും ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും പൊതുവായിട്ട് കേരള ബാങ്കിൽ കണ്ടുവരുന്നത് 5 ലക്ഷം രൂപയിൽ താഴെയുള്ള വായ്പകൾക്ക് ITR നിർബന്ധമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വരുമാനം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഒരുപക്ഷെ ബാങ്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നൽകാൻ കഴിയണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജർക്ക് തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വായ്പ അനുവദിക്കുന്നത്. 5 ലക്ഷത്തിന് മേലെയുള്ള വായ്പകൾക്കാണെങ്കിൽ ITR കഴിഞ്ഞ 3 വർഷത്തെ ITR നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ NRI പോലുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനം അടിസ്ഥാനപ്പെടുത്തിയാണ് വായ്പ അനുവദിക്കുന്നത് എങ്കിൽ അവരുടെ 1 വർഷത്തെ NRI സ്റ്റേറ്റ്മെൻറ്റ് ഹാജരാക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്ക് വരുമാന മാനദണ്ഡങ്ങളിൽ വരുമാനം തെളിയിക്കുന്നതിന് ആവശ്യമായ മറ്റ് രേഖകൾ എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിലും അതെല്ലാം വരുമാനത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഹാജരാക്കുവാൻ നമ്മൾ നിർബന്ധിതരാണ് വായ്പയ്ക്ക് വേണ്ടി വരുന്നത്. അടുത്തത് ഒരു വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നിൽ വരുന്നതാണ്, ഒരു വായ്പക്കാരൻ വായ്പ എടുത്താൽ അദ്ദേഹത്തിന് അടുത്ത വായ്പ, അഡീഷണൽ വായ്പ അനുവദിക്കാമോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വായ്പകൾ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ വായ്പ തിരിച്ചടയ്ക്കുന്ന ആളുകൾക്ക് പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബാങ്കിൽ വരുന്ന സമയത്ത് അതിൻ്റെ എലിജിബിലിറ്റി കണക്കാക്കുന്നത് പ്രധാനമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് നിശ്ചിതമായ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ വരുമാനം നേരത്തെയുള്ള വായ്പയ്ക്ക് പുറമെ അഡീഷണൽ എടുക്കാൻ പോകുന്ന വായ്പയ്ക്ക് കൂടി എന്തു വേണം, ആ വരുമാനം അദ്ദേഹത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടണം. നമുക്ക് വ്യക്തികൾക്ക് 40 ലക്ഷം രൂപ വരെയാണ് വായ്പ അനുവദിക്കുന്നത്. മാത്രമല്ല വസ്തു തരുന്ന വസ്തുവിൻ്റെ മൂല്യം നേരത്തെയുള്ള വായ്പയ്ക്ക് പുറമെ പുതുതായി തരുന്ന വായ്പയ്ക്ക് കൂടി ഈ വസ്തു ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം. ഒരു വായ്പ അനുവദിച്ചതിന് ശേഷം തൊട്ടടുത്ത വായ്പ അനുവദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഡെലിഗേറ്റ് അതോറിറ്റിയായ ക്രെഡിറ്റ് പ്രോസസ്സിംഗ് സെൻറ്ററിൽ നിന്നുള്ള പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രം വേണം വായ്പ അനുവദിക്കണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്നത് അഡീഷണൽ വായ്പകൾ കൃത്യമായ മാനദണ്ഡങ്ങൾ, മുൻകാല വായ്പ ഇടപാടുകളുടെ ചരിത്രം, ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് വായ്പ അനുവദിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെക്യൂരിറ്റിയുടെ ഇൻസ്പെക്ഷൻ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് വായ്പയ്ക്ക് സെക്യൂരിറ്റി തന്നിട്ടുണ്ട്, വായ്പ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി അതിൻ്റെ വായ്പ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സെക്യൂരിറ്റീൻ്റെ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കാണ് കേരള ബാങ്കിൽ നിന്നും മാനേജർക്ക് സ്വന്തം നിലയിൽ വാല്യുവേഷൻ ചെയ്ത് വായ്പ അനുവദിക്കാൻ കഴിയുക. 10 ലക്ഷത്തിന് മേലെ വരുന്ന വായ്പകൾക്ക് ബാങ്കിൻ്റെ വാല്യുവറും ബാങ്ക് തീരുമാനിക്കപ്പെട്ട അംഗീകൃത വാല്യുവറും ബാങ്ക് മാനേജറും കൂടിയിട്ടുള്ള ജോയിൻ്റ് വാല്യുവേഷനാണ്. ബാങ്ക് വാല്യുവേഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വായ്പാ മാനദണ്ഡങ്ങളിൽ വരുന്ന ഒരു മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ വായ്പ അനുവദിക്കുന്ന മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ട വാല്യുവർ തരുന്ന വാല്യുവേഷൻ റിപ്പോർട്ടിൽ ഏത് വിലയാണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. നമുക്കറിയാം റിയലൈസബിൾ വാല്യൂ കാണും, ബുക്ക് വാല്യൂ കാണും, ഒരുപക്ഷെ ഡിസ്ട്രസ് വില കാണും. പക്ഷേ കേരള ബാങ്കിൻ്റെ വായ്പാ മാനദണ്ഡങ്ങളിൽ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് ഈ വാല്യൂ എടുക്കുന്ന സമയത്ത് അത് ഡിസ്ട്രസ് വിലയാണ് നമ്മൾ കണക്കിലെടുത്ത് വേണം
ഈടുവസ്തുവായി തരുന്ന വസ്തുവിൻ്റെ മൂല്യം കണക്കാക്കിക്കൊണ്ട് ഓരോ വായ്പയുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊളാറ്ററലിൻ്റെ സെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് മോർഗേജ് വായ്പയാണെങ്കിൽ 200%, ഓരോ വായ്പയ്ക്കും 150, 75, 125 എന്ന് പറയുന്ന ആ പേഴ്സൻറ്റേജ് കൊളാറ്ററൽ സെക്യൂരിറ്റിയുടെ ആ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ് ഡിസ്ട്രസ് വാല്യൂയാണ്. ഒരു വായ്പ അനുവദിക്കുന്ന സമയത്ത്, വാല്യുവേഷൻ എടുക്കുന്ന സമയത്ത് ഡിസ്ട്രസ് വിലയ്ക്ക് അനുസൃതമായാണ് നമ്മൾ ബാങ്കിൽ നിന്ന് വില വായ്പാ മാനദണ്ഡങ്ങളിൽ ഒരു പ്രധാന നിർദ്ദേശമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അടുത്തത് വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെല്ലാമാണ് വായ്പ അനുവദിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. 15 ലക്ഷം രൂപ വരെ ഉള്ള വായ്പകൾ മാനേജർക്ക് അനുവദിക്കാം. പക്ഷേ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് മാത്രമാണ് വാല്യുവേഷൻ നടത്തുവാൻ കഴിയുക. മാനേജർക്ക് സ്വന്തമായിട്ട് നടത്താനും കഴിയുന്ന വാല്യുവേഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. എന്നാൽ ബ്രാഞ്ച് തലത്തിൽ കേരള ബാങ്കിൻ്റെ ശാഖകളിൽ നിന്ന് ബ്രാഞ്ച് തലത്തിൽ മാനേജർക്ക് 15 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ അനുവദിക്കാൻ കഴിയും. 15 ലക്ഷത്തിന് മേലെ വരുന്ന വായ്പകൾ തൊട്ടടുത്ത അതോറിറ്റിയായ ക്രെഡിറ്റ് പ്രോസസ്സിംഗ് സെൻറ്ററിൽ നിയുക്തനായ DGMൽ നിന്ന് 25 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ അനുവദിക്കാൻ കഴിയും. 25 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയുള്ളത് ക്രെഡിറ്റ് പ്രോസസ്സിംഗ് സെൻറ്ററിലെ കമ്മിറ്റിക്കാണ് ആ വായ്പ പാസ്സാക്കാൻ കഴിയുക. അതിന് മേലെ വരുന്ന വായ്പകളെല്ലാം തൊട്ടടുത്ത CPCയുടെ ഡെലിഗേറ്റ് 1 ഡെലിഗേറ്റായ റീജിയണൽ ഓഫീസിൽ നിന്നാണ് ഈ വായ്പകൾ അനുവദിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ക്രെഡിറ്റ് തൊട്ടടുത്തുള്ള അതോറിറ്റി എന്ന് പറയുന്നത് റീജിയണൽ ഓഫീസാണ്. റീജിയണൽ ഓഫീസിൽ നിന്ന് നമുക്ക് വായ്പ അനുവദിക്കാൻ കഴിയും. റീജിയണൽ ഓഫീസിൽ ജനറൽ മാനേജറും 2 ഡെപ്യൂട്ടി ജനറൽ മാനേജറും ഉൾപ്പെടുന്ന ക്രെഡിറ്റ് കമ്മിറ്റിയാണ്, വായ്പാ കമ്മിറ്റിയാണ് ഈ വായ്പകൾ പാസ്സാക്കാൻ കഴിയുക എന്നുള്ളതാണ് ബന്ധപ്പെട്ട് പറയുന്നത്. ഒരു വായ്പയുടെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒന്നാമത്തെ വീഡിയോയിനകത്ത് പ്രതിപാദിക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത കാര്യങ്ങൾ തൊട്ടടുത്ത വീഡിയോയിനകത്ത് വരുന്നതാണ്. വായ്പാ മാർഗനിർദ്ദേശങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തൊട്ടടുത്ത് വരുന്ന വീഡിയോയിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്നു. കേരള ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലായ ടുഡേ ബാങ്കിങ്ങിൽ ലഭ്യമാണ്. ആയത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങൾക്കിഷ്ടമായാൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.